ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അതിൽപ്പെട്ടൊരു ബാങ്കാണ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് ലാൻഡ് ഡെവലപ്മെൻറ്റൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദീസ് ബാങ്ക്സ് മീറ്റ് ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ദെയർ ലാൻഡ് ഫോർ പർച്ചേസിംഗ് ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ് എക്സെട്ര, ഓർ ഫോർ റീപേയിങ് ഡെപ്റ്റ്സ് ആൻഡ് ഫോർ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി ലാൻഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് സ്ഥാപനം എന്താണ് അവർ കൊടുക്കുന്നത്? ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ലോങ് ടേം ലോണാണ് കൊടുക്കുന്നത്. വെറുതെ കൊടുക്കുക അവർ ഇല്ല. ആർക്കാണ് ഈ ലോൺ കൊടുക്കുന്നത്? ആദ്യം അഗ്രികൾച്ചറിസ്റ്റ്, ആരാണ്? കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, കർഷകർക്ക് എന്ത് ചെയ്യുന്നു? ദീർഘകാല വായ്പകൾ നൽകുന്ന സ്ഥാപനമാണ് ഇത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. എന്തിനു മുകളിലാണ് അവർ വായ്പ കൊടുക്കുന്നത്? എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ദെയർ ലാൻഡ്. എന്തിനു മുകളിലാണ്? അവരുടെ ഭൂമി, കർഷകരുടെ ഭൂമിയുടെ മുകളിൽ കർഷകർക്ക് ദീർഘകാല വായ്പകൾ നൽകുന്ന സ്ഥാപനമാണ് ഇത്. എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത്? ഫോർ പർച്ചേസിങ് ടൂൾ, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും സാധനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഴയ വായ്പകൾ, പഴയ ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിലോ പഴയ പെർമനൻ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഭൂമിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ്, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ രജിസ്റ്റേർഡ് ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റിയാണ് അവിടെ ഉള്ളത്. നിശ്ചിത ബാധ്യത ഉള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘമായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദീസ് ബാങ്ക് ഹാവ് 2 ടയർ സ്ട്രക്ചർ. 2 സ്ട്രക്ചേഴ്സാണ് ഇതിനുള്ളത്, അല്ലെങ്കിൽ 2 തലങ്ങളിലുള്ള ഘടനയാണ് ഇതിനുള്ളത്. ദർ ഈസ് 1 സ്റ്റേറ്റ് ഓർ സെൻട്രൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ലെവൽ. സ്റ്റേറ്റ് ഓർ സെൻട്രൽ ബാങ്ക് ലെവൽ, അതുപോലെ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലെവൽ, ഇങ്ങനെയാണുള്ളത്. ദ ബാങ്ക് പ്രീവിയസ്ലി നോൺ ആസ് സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക്. ആദ്യം അറിയപ്പെട്ടിരുന്നത് എന്താണ്? സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അറ്റ് ലോക്കൽ ലെവൽ ദർ ആർ ബ്രാഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏറ്റവും താഴെത്തട്ടിൽ ലോക്കൽ ലെവൽ, പ്രാദേശിക തലത്തിൽ ഈ ബാങ്കിൻ്റെ ബ്രാഞ്ചിലുള്ളത് ഏതാണ്? സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിലോ പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റൽ ബാങ്ക് ആയിരിക്കും. ദേ റൈസ് ദെയർ റിസോഴ്സസ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ടു ദി പബ്ലിക്കിന് ഷെയർസും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അവർ ഫണ്ട് കണ്ടെത്തുന്നത്. ഈ ലാൻഡ് ഡെവലപ്മെൻറ്റൽ ബാങ്ക് ഫണ്ട് കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ഓക്കെ, ദേ ഓൾസോ ആക്സെപ്റ്റ് ലോങ് ടേം ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്. പൊതുജനങ്ങളിൽ നിന്നും ദീർഘകാല നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണെന്ത്? ലാൻഡ് ഡെവലപ്മെൻറ്റൽ ബാങ്ക്. കർഷകർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ വായ്പകൾ നൽകുന്ന ബാങ്കാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. എന്തിൻ്റെ മുകളിലാണ്? കർഷകരുടെ ഭൂമിയുടെ മുകളിൽ ഭൂമി ഈടായി വെച്ചുകൊണ്ട്, ലാൻഡ് ഈടായി വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഇത് നൽകുന്നത്. ഇത് പ്രധാനമായിട്ട് കർഷകർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉപകരണങ്ങൾ വാങ്ങുന്നതിന്, അതുപോലെ പഴയ ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന്, ഭൂമിയിൽ പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇതാണ് ലാൻഡ് ഡെവലപ്മെൻറ്റൽ ബാങ്ക്. അടുത്തതാണ് IRCI, അഥവാ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IRCI എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തത് ഏപ്രിൽ മാസം 1973 ആസ് എ പ്രൈമറി ഏജൻസി ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സിക്ക് യൂണിറ്റ്. എന്താണ് മക്കളെ സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് സിക്ക് യൂണിറ്റ്. ആണെങ്കിൽ നമുക്ക് പറയാം KSRTC ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിക്ക് യൂണിറ്റ്സ്, ആ സിക്ക് യൂണിറ്റ്സിനെ പുനരുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുതുക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ നഷ്ടങ്ങളൊക്കെ നികത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ളൊരു ഏജൻസിയാണ് ഇത് ഈ പറയുന്ന IRCI എന്ന് അറിയപ്പെടുന്നത്. ദ മെയിൻ പർപ്പസ്, ഇവരുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്. ഇൻഡസ്ട്രിയൽ സിക്നെസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കണ്ടെത്തുകയും അതിനെ തടയുകയും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് സിക്ക് യൂണിറ്റ്സിൻ്റെ, അതായത് സ്ഥിരമായിട്ട് നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ഉള്ള യൂണിറ്റ്സിനെ കണ്ടെത്തുകയും അതിന് വേണ്ട സഹായങ്ങൾ, പുനരുദ്ധാരണത്തിനും റീകൺസ്ട്രക്ഷനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. IRCI എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 25 ലക്ഷമാണ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ 10 ലക്ഷമാണ്, പെയ്ഡ് ക്യാപിറ്റൽ 2.5 കോടിയാണ്.
ഓക്കെ. എൻ്റെ റിസോഴ്സ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI ആണ് മുഴുവൻ റിസോഴ്സുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ IFCI എന്ന് പറയുന്ന സ്ഥാപനവുമുണ്ട്. അതുപോലെ ICICI എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും കയ്യിലാണ് ഈ സ്ഥാപനത്തിൻ്റെ റിസോഴ്സുകൾ മുഴുവൻ. ഓക്കെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാൻറ്റഡ് ആൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓഫ് 10 crores. 10 കോടിയുടെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IRCA, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സിക്ക് യൂണിറ്റ്സിനെ, അതായത് സിക്ക് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിക്ക് യൂണിറ്റ്സിനെ പുനരുദ്ധാരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക ഏജൻസിയാണ് ഇത്. അടുത്തതാണ് IRBA, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടും തമ്മിൽ മാറ്റമുണ്ട്. നേരത്തെ കോർപ്പറേഷനാണ്, ഇത് ബാങ്കാണ്. ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ took over ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ in 20th March 1985. 1973 IRCA സെറ്റപ്പ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം ഈ IRBI എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്തു? IRCA ഏറ്റെടുത്തു 1985 20 മാർച്ചിൽ. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ക്രെഡിറ്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഏജൻസി ഫോർ ഇൻഡസ്ട്രിയൽ റിവൈവൽ. ഓക്കെ. അതായത് ഇൻഡസ്ട്രിയൽ റിവൈവലിന് വേണ്ടിയിട്ട്, വ്യാവസായികമായ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, വ്യാവസായികമായിട്ട് ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു ഉള്ള ഒരു പ്രാഥമികമായ പ്രിൻസിപ്പൽ ക്രെഡിറ്റ് റീകൺസ്ട്രക്ഷൻ ഏജൻസിയാണ് ഇത്. ഈ സ്ഥാപനം എന്ത് ചെയ്യുന്നു? ഈ സ്ഥാപനം നേരത്തെയുള്ള പോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺസേൺസിനെ എന്ത് ചെയ്യുന്നു? പുനരുദ്ധരിപ്പിക്കുക, റീഹാബിലിറ്റേഷൻ ചെയ്യുക, പുനരുദ്ധാരണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 200 കോടിയാണ്. പെയ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 112.5 കോടിയുമാണ് 31 മാർച്ച് 1989 പ്രകാരം. അടുത്തതാണ് IIBA. IRBA was reconstituted as ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കുക, IRBA ആദ്യം ഏതാണ് ഉണ്ടായത്? IRCA ആണ്, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പിന്നീട് അതെന്തായിട്ട് മാറി? ദ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. അതിനുശേഷം എന്ത് ചെയ്തു? IRBA എന്ന് പറയുന്ന സ്ഥാപനത്തെ, അതായത് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ എന്ത് ചെയ്തു? റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത് ചെയ്തു? രണ്ടാമത് പുനരുദ്ധാരണം ചെയ്യല്ല, എന്ത് ചെയ്തു? പുതിയതായിട്ട് അതിനൊന്നും കൂടി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഏത് സ്ഥാപനമായിട്ട് മാറ്റി? ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാക്കി മാറ്റി. ഏത് വർഷം? 1997 മാർച്ച് മാസത്തിൽ. ഓക്കെ. IRBIയുടെ എല്ലാ അസറ്റുകളും ലയബിലിറ്റീസും ആർക്ക് കൈമാറി? IIBI എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൈമാറി. അതോടുകൂടി IRBI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ അവസാനിച്ചു. പകരം ഏത് പേരിൽ അറിയപ്പെട്ടു? IIBI, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻഡസ്ട്രീസിന്, വ്യവസായങ്ങൾക്ക് ആവശ്യമായ ലോണുകളും അഡ്വാൻസുകളും കൊടുക്കുക, അതുപോലെ ഷെയറുകൾ, സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, ഡിബഞ്ചർ അതിനൊക്കെ അണ്ടർറൈറ്റ് ചെയ്യുക, അതുപോലെ ഗ്യാരണ്ടി ലോൺസ്, ഡിഫേർഡ് പേയ്മെൻറ്റ്സ്, ഗ്യാരണ്ടി നിൽക്കുക, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും സ്റ്റേറ്റ് ബാങ്കിൻ്റെയും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയൊക്കെ എന്ത് ചെയ്യുക? ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ അനുബന്ധ സേവനങ്ങളായിട്ടുള്ള കൺസൾട്ടൻസി, മെർച്ചൻ്റ് ബാങ്കിങ്, എക്യുപ്മെൻറ്റ് ലീസിങ് പോലെയുള്ള സേവനങ്ങളൊക്കെ നൽകുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റോ മെറ്റീരിയൽസൊക്കെ ആയി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലും ഏർപ്പെടുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മാനേജ്മെൻറ്റായിട്ട് പറയുന്നത് എന്താണ്? IIBAയുടെ ചെയർമാൻ ഒരു ചെയർമാൻ ഉണ്ടാവും, ഒരു ഡെപ്യൂട്ടി ഗവർണർ, RBIയിൽ നിന്നുള്ള ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവും, IDBAയുടെ ഒരു നോമിനി ഉണ്ടാവും, അതുപോലെ 15 നോമിനി, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ 15 നോമിനി ഉണ്ടാവും. ഇവരൊക്കെയാണ് ഇതിൽ വരിക. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ ഫണ്ടാണ് പറഞ്ഞത്. പിന്നെ ഷെയർ ക്യാപിറ്റൽ ഓഫ് IIBA ഹെൽഡ് ബൈ യൂണിയൻ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലാണ് എന്ത് ചെയ്യുക? ഷെയർ ക്യാപിറ്റലൊക്കെ ആരാണ് എടുത്തിട്ടുള്ളത്? ഹെൽഡ് ചെയ്തിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുഴുവൻ ഷെയറും മൂലധനവും ആരാണ് ഇതാക്കിയിട്ടുള്ളത്? വാങ്ങിയിട്ടുള്ളത്? ഷെയർ ക്യാപിറ്റൽ യൂണിയൻ ഗവൺമെൻറ് ആണ്. ഇറ്റ് ക്യാൻ ബോറോ ഫണ്ട് ഫ്രം ഗവൺമെൻറ് ഓൾസോ ബൈ ഇഷ്യൂയിങ് ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് എന്ത് ചെയ്യാം? വാങ്ങാൻ സാധിക്കും, കടമായിട്ട് വാങ്ങാൻ സാധിക്കും. ആർക്ക്? ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. ഓക്കെ. അടുത്തതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇത്
നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 പ്രകാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഡോക്ടർ രംഗരാജൻ എന്ന് പറയുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 1988 ജൂലൈ മാസം 9 ഇത് പ്രവർത്തനം ആരംഭിച്ചു. ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. മാത്രമല്ല ഹൗസിംഗ് ഫിനാൻസ് രംഗത്തെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഇതിൻ്റെ മുകൾക്ക് വേറെ സ്ഥാപനമില്ല, ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ്. ഇന്ത്യയിൽ ഹൗസിംഗ് ഫിനാൻസ് രംഗത്തെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ്. അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മൊബിലൈസിംഗ് എക്സ്റ്റെൻഡിങ് ക്രെഡിറ്റ് ഫോർ ഹൗസിംഗ്. വീട് വെക്കുന്നതിനാവശ്യമായ ഹൗസിംഗ് ഫിനാൻസ് രംഗത്ത് എന്ത് ചെയ്യുക? സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ റീഫിനാൻസിങ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക? ഏർപ്പെടുത്തി കൊടുക്കുക. ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട റീഫിനാൻസിങ് ഫെസിലിറ്റി ഏർപ്പെടുത്തി കൊടുക്കുക. അതുപോലെ ഗ്യാരണ്ടി ആൻഡ് അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസ് ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഏർപ്പെടുത്തി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ത് ചെയ്യുന്നു? സത്യത്തിൽ ഇന്ത്യയിലുള്ള മറ്റ് ഹൗസിംഗ് ബാങ്കുകളെ, ഹൗസിംഗ് ഫിനാൻസ് നൽകുന്ന സ്ഥാപനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഫോർമുലേറ്റ് സ്കീംസ് ഫോർ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ തയ്യാറാക്കുന്നു. അതുപോലെ ഹൗസിങ്ങിന് വേണ്ട ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് കൊടുക്കുന്നു, സബ്സിഡീസായിട്ടും അതുപോലെ ലോണായിട്ടുമൊക്കെ കൊടുക്കുന്നു. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ടു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു. അതുപോലെ സാങ്കേതികമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെയോ ഫണ്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ ക്യാപിറ്റൽ എത്രയായിരുന്നു? 100 കോടിയായിരുന്നു. റിസർവ് ബാങ്ക് കൊടുത്തിട്ടുള്ള 100 കോടിയായിരുന്നു ഷെയർ ക്യാപിറ്റൽ. പിന്നീട് എന്ത് ചെയ്തു? 1992 എന്ത് ചെയ്തു? 250 കോടി ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്തു. ഓക്കെ, അതാണ് അതിൻ്റെ ഇത് പറയുന്നത്. പിന്നെ പറയുന്നതാണ് സ്കീംസൊക്കെ. നമുക്ക് പ്രധാനമായിട്ടൊന്നും പഠിക്കാനില്ല, എന്താണെന്ന് മാത്രമേ വരുന്നുള്ളൂ. ഹോം ലോൺ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞ സ്കീം എന്ത് ചെയ്തിട്ടുണ്ട്? 1989 ഫസ്റ്റ് ജൂലൈയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ബ്രാഞ്ച് ഓഫീസുകളിലൂടെയാണ്, അതായത് ഷെഡ്യൂൾഡ് ബാങ്കുകളിലൂടെയാണ് ദ ഹോം ലോൺ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്ന സ്കീം നടന്നുകൊണ്ട് പോകുന്നത്. ഓക്കെ, അതാണ്. പിന്നെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ലാർജ് ഫിനാൻഷ്യൽ കമ്പനീസ് ആൻഡ് കോപ്പറേറ്റീവ്സ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ മൈനിങ്, ഷിപ്പിംഗ് ആൻഡ് generation and distribution of electricity. It does not finance small scale and medium scale industries. So it was found necessary to start similar industrial institution to supplement Industrial Finance Corporation. Government of India passed State Financial Corporation of Act. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്തു? ഒരുപാട് സ്ഥാപനങ്ങൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എന്ത് ചെയ്തു? സാമ്പത്തിക സഹായങ്ങൾ നൽകി. മൈനിങ്, ഷിപ്പിംഗ്, ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്തു? IFCA എന്ത് ചെയ്തു? സാമ്പത്തിക സഹായങ്ങൾ നൽകി. എന്നാൽ സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്തു? ഈ സാമ്പത്തിക സഹായങ്ങൾ എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. സാമ്പത്തിക സഹായം കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 എന്ത് ചെയ്തു? ആക്കി. എന്തിനു വേണ്ടിയിട്ട്? ചെറുകിട അതുപോലെ ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് എന്ന് എന്ത് ചെയ്തു? പറയുന്ന ആക്ട് ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തു? ഓരോ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ത് ചെയ്തു? ഉണ്ടാക്കി. എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തു? SFCകൾ സ്ഥാപിച്ചു, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിച്ചു. ആദ്യമായിട്ട് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിച്ചത് പഞ്ചാബ് സംസ്ഥാനമാണ് 1953. നിലവിൽ 17 സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തിനാണെന്ന് വെച്ചാൽ ലോങ് ടേം ഫിനാൻസ്, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, ഇന്ത്യയിലുള്ള ഇടത്തരം അതുപോലെ എന്ത് ചെയ്യുന്നു? ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ദീർഘകാല വായ്പകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് IFCA എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൊടുക്കാൻ സാധിക്കാത്ത സാമ്പത്തിക സഹായങ്ങൾ ചെറുകിട ഇടത്തര സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്.
പിന്നെ വരുന്നത് ഫണ്ട്സാണ്. ഫണ്ട്സ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് പറഞ്ഞിട്ടുള്ള എത്രയാണ്, 50 lakh ആണ്. അതിന് 5 crore വരെ അല്ലേ, മാക്സിമം ലിമിറ്റ് എന്ത് ചെയ്യുന്നു, 50 lakh മുതൽ 5 crore വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഷെയർ ക്യാപിറ്റലായിട്ട് ഫണ്ട്സായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ലോങ് ടേം ഫിനാൻസ്, സ്മോൾ സ്കെയിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോങ് ടേം ഫിനാൻസ് കൊടുക്കുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലോൺ കൊടുക്കുന്നു. 20 വർഷത്തെ കാലാവധിയോട് കൂടിയുള്ളത്. ഗ്യാരണ്ടി ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ അണ്ടർ റൈറ്റിംഗ് ഇഷ്യൂ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസൊക്കെ എന്ത് ചെയ്യുന്നു, അണ്ടർ റൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിഫേർഡ് പേയ്മെൻറ്റ്സിൻ്റെ മുകളിൽ, അതായത് ഡിഫേർഡ് പേയ്മെൻറ്റ്സ് കാരണം എന്താ, പ്ലാന്റ്, മെഷീനറി പോലെയുള്ള കാര്യങ്ങളിലാണ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ്. പെട്ടെന്നൊന്നും തീരെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന പേയ്മെൻറ്റാണിത്. അതിന് മുകളിൽ ഗ്യാരണ്ടി നിൽക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും എന്ത് ചെയ്യുന്നു, ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ വരുന്നതാണ് IDFC, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സർവീസുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏത് മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻസ് കമ്പനിയാണ് IDFC. 1997 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, 2005 എന്ത് ചെയ്തു, IDFC ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തി. ഓക്കെ, ഈ സ്ഥാപനം എന്തിനാണുള്ളത്, ഇതൊരു വൺ സ്റ്റോപ്പ് ഷോപ്പാണ്. അതായത് ഇവിടെ എല്ലാം കിട്ടും, ഈ ഷോപ്പിൽ എല്ലാ സാധനവും കിട്ടും. വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ എല്ലാ കാര്യങ്ങളും കിട്ടും. എന്തിനു വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യത്തിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൺ സ്റ്റോപ്പ് ഷോപ്പ് അല്ലെങ്കിൽ ഒറ്റ സ്ഥാപനം, അവിടെയാണ് എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടും. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇത് IDFC എന്ന് പറയപ്പെടുന്നത്. IDFC ഒരു ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനിയാണ്. അവർ പ്രധാനമായിട്ടും ഏർപ്പെട്ടിരിക്കുന്നത് പ്രൊജക്റ്റ് ഫിനാൻസിലാണ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിലാണ്, അസറ്റ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അഡ്വൈസറി സർവീസുകൾ ഒക്കെയായി ബന്ധപ്പെട്ടാണ്. IDFC ഓൾവേസ് ക്ലോസ്ലി വർക്ക് വിത്ത് ഗവൺമെൻറ് എൻറ്റിറ്റീസ്. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ട് പോരുന്നത്. IDFC പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അടിസ്ഥാന വികസനത്തിന് വേണ്ട പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് ഇവർ. ഓക്കെ, പ്രധാനമായിട്ടും കൊടുക്കുന്ന ഇതാണ്. പബ്ലിക് പ്രൈവറ്റ് സെക്ടറിലൊക്കെ അവരുടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, IDFC ഫിനാൻസ് ഹോൾഡിംഗ് കമ്പനിയുണ്ട്. IDFC ബാങ്ക് അല്ലേ ലിമിറ്റഡ് ഉണ്ട്. IDFC ബാങ്ക് എന്നറിയപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ബാങ്ക് ഉണ്ട്. അതുപോലെ IDFC ആൾട്ടർനേറ്റീവ് ലിമിറ്റഡ്, IDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അസറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് IDFC സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, IDFC ഇൻഫ്രാ ഡെപ്റ്റ് ഫണ്ട് ലിമിറ്റഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇതിലുള്ളത്. ഓക്കെ, IDFCയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.